ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെ പറയുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ എന്നത് എന്താണെന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേരെങ്കിലും ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ ഡിഫൈൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളെ പറ്റി പഠിച്ചു അല്ലേ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ, ആ ഇക്വേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിളായിട്ട് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ. ഇതുവരെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു? ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചതിൽ ആദ്യം നമ്മൾ പഠിച്ചൊരു ടേമാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? നമ്മൾ എസ് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സമയത്തിലുണ്ടാകുന്ന ചേഞ്ച്, അപ്പോൾ സമയം നമുക്ക് അറിയാമല്ലോ, ടൈം, നമുക്കതിനെ ടി എന്ന് വിളിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞേ? ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് അത് മീറ്ററാണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? അത് സെക്കൻഡാണ്. അത് കഴിഞ്ഞ് ഡിസ്പ്ലേസ്മെൻറ്റിന് സമയത്തിനനുസരിച്ചുണ്ടാകുന്ന ചേഞ്ചിന് നമ്മൾ എന്ത് വിളിച്ചു? നമ്മൾ വെലോസിറ്റി എന്ന് വിളിച്ചു അല്ലേ. എന്ത് വിളിച്ചു? വെലോസിറ്റി. വെലോസിറ്റി നമ്മൾ രണ്ടായിട്ടാണ് എടുത്തത് അല്ലേ. ആദ്യം എടുത്തത് എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു. കാരണം നമ്മളൊരു ഒബ്സർവേഷൻ എടുക്കുമ്പോൾ ആദ്യം ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്ന വെലോസിറ്റിയാണ് എന്ത്? ഇനീഷ്യൽ വെലോസിറ്റി. അങ്ങനെ ഒബ്സർവേഷൻ നമ്മൾ ഏറ്റവും അവസാനം നോക്കിയപ്പോൾ ഉണ്ടായ വെലോസിറ്റി നമ്മൾ എന്ത് വിളിച്ചു? നമ്മളതിനെ ഫൈനൽ വെലോസിറ്റി എന്ന് വിളിച്ചു അല്ലേ. എന്ത് വിളിച്ചു? ഫൈനൽ വെലോസിറ്റി എന്ന് വിളിച്ചു. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു എന്നും ഫൈനൽ വെലോസിറ്റി നമ്മൾ വി എന്നുമാണ് വിളിച്ചത്. ഇനി ഇനീഷ്യൽ ആയാലും ശരി ഫൈനൽ ആയാലും ശരി അത് അളക്കുന്ന യൂണിറ്റ് എപ്പോഴും എന്ത് തന്നെയാണ്? അത് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് അല്ലേ. അടുത്ത് വെലോസിറ്റിക്ക് സമയത്തിനനുസരിച്ചുണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആക്സിലറേഷൻ എന്ന് വിളിച്ചത് അല്ലേ. എന്ത് വിളിച്ചത്? ആക്സിലറേഷൻ. എ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തത്? ആക്സിലറേഷൻ ഡിനോട്ട് ചെയ്തത് അല്ലേ. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ്റെ യൂണിറ്റ് അത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഈ പറയുന്ന മോഷൻ ഡിഫൈൻ ചെയ്യുന്ന ടേംസ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെയും സമയത്തെയും വെലോസിറ്റിയെയും ആക്സിലറേഷനെയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. മൊത്തം ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് 3 എണ്ണമാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണത്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. എങ്ങനെയാണ് ഇത് കിട്ടിയത്? നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തു അല്ലേ. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ ക്ലാസ്സിൽ കണ്ടിട്ട് വേണം ഇത് കാണാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ടൈമിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും? എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടും അല്ലേ. എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു. അതിൽ മൈനസ് യുവിന് ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കിട്ടും. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് പറ്റുന്നത്? വെലോസിറ്റിയും ടൈമും തമ്മിൽ റിലേഷൻ കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനാണ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇക്വേഷനിൽ എസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതും ടൈമും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനെ കിട്ടുന്നത് എന്താണ്? രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനാണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എന്താണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി റിലേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ആ പേരും കൂടെ ഓർത്ത് വെച്ചോളണം. ഒന്നാമത്തേത് വെലോസിറ്റി ടൈം റിലേഷൻ, രണ്ടാമത്തേത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ, മൂന്നാമത്തേത് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി റിലേഷൻ. സോ 3 ഇക്വേഷൻസ് മോഷനും പഠിച്ചു വയ്ക്കുക. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആൻഡ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഇത് 3ഉം തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ അതിൻ്റെ യൂസ്? ഈ 3 കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട പല ചോദ്യങ്ങളിലെയും ഉത്തരം നമുക്ക് ഈ ഒരു വഴി ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. റെസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി 0. ഒബ്ജക്റ്റ് അവസാനം റെസ്റ്റിലെത്തി നിന്നു എന്ന് പറഞ്ഞാൽ
ഫൈനൽ വെലോസിറ്റി 0. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഇനിഷ്യൽ വെലോസിറ്റി 0 ആൻഡ് അക്വേഴ്സ് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 2 സെക്കൻഡ്സ്. ആദ്യത്തെ 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡായി. അടുത്ത് 40 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 6 സെക്കൻഡ്സ്. 6 സെക്കൻഡ് ആയപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയായിട്ട് മാറി? 40 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്? കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. എപ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവെൽ. അപ്പോൾ ഏത് ടൈം ഇൻ്റർവെല്ല്? 2 സെക്കൻഡും 6 സെക്കൻഡ്. അപ്പോൾ 2 സെക്കൻഡിനും 6 സെക്കൻഡിനും ഇടയിലുണ്ടായ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് ചോദ്യം വന്നാലും ഫസ്റ്റ് സ്റ്റെപ്പിൽ മാറ്റമൊന്നുമില്ല. ചോദ്യം ഒരു 2 തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണത്? 0 മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 0 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയുടെ എടുക്കാൻ പറ്റുമോ? നമ്മൾ ഇന്നലെ ചെയ്ത ചോദ്യങ്ങളൊക്കെ വെച്ച് നോക്കി നമ്മൾ അങ്ങനെ എടുത്ത് വയ്ക്കും അല്ലേ. പക്ഷെ ഇവിടെ പ്രശ്നം ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവെൽ. കണ്ടോ, ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവെൽ. അപ്പോൾ ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവെൽ എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഒബ്സർവേഷൻ തുടങ്ങുന്നത് എത്ര സെക്കൻഡിലാണ്? റെസ്റ്റ് ചെയ്യുന്നപ്പോൾ അല്ല, പകരം എപ്പോഴാണ്? 2 സെക്കൻഡ് ആയപ്പോഴാണ്. ഓക്കെ, അതായത് ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് 2 സെക്കൻഡ് സമയമായപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡും 6 സെക്കൻഡ് ആയപ്പോഴത്തേക്കും വെലോസിറ്റി എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിലുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് 2 സെക്കൻഡ് ഉള്ളപ്പോഴുള്ളതാണ്. ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് 6 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 വരുമോ? ഇല്ല. അപ്പോൾ ഈ തെറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്. സോ കണ്ടീഷൻ ചോദ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് ശേഷമേ നമ്മൾ എത്താൻ പാടുള്ളൂ. സോ യു എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡാണ്. വി ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സമയം എത്രയാണ്? സമയം എത്ര? 6 സെക്കൻഡ് എന്ന് എടുക്കുമോ? ഇല്ല, നമുക്ക് 6നും 2നും ഇടയിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്രയാണ്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ 6 മൈനസ് 2 എത്രയാണത്? അത് 4 സെക്കൻഡാണ്. എത്രയാണ്? 4 സെക്കൻഡ്. അപ്പോൾ ഡേറ്റകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തൊക്കെ കിട്ടി? യു കിട്ടി, വി കിട്ടി, ടി കിട്ടി. കണ്ടുപിടിക്കാനുള്ളത് എസ് ആണ്. നമുക്കറിയാം എസ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ച് യു ടി പ്ലസ് എന്താണ്? ഹാഫ് എ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ കയ്യിൽ യു ഉണ്ട്, ടി ഉണ്ട്, ടി സ്ക്വയർ ഉണ്ട്, പക്ഷേ എ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? അത് വി മൈനസ് യു ബൈ എന്താണ്? ടി ആണ്. സോ നമുക്ക് ഇവിടുന്ന് എഴുതാം എ ഈസ് ഈക്വൽ ടു വി എത്രയാണ്? 40 മൈനസ് യു എത്രയാണ്? 20 ബൈ ടി എത്രയാണ്? 4. സോ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ 40 നിന്ന് 20 കുറച്ചാൽ 20 ബൈ 4 നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. 20 ബൈ 4 എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ എടുത്തത് ഈ ഇക്വേഷനോട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എഴുതാം എസ് ഈസ് ഈക്വൽ ടു യു എത്രയാണ്? 20 ഇൻറ്റു ടി എത്രയാണ്? 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാണ്? 5 ഇൻറ്റു ടിയുടെ സ്ക്വയർ. ടി എത്രയാണ്? 4, 4ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്കോ, നമുക്ക് 20 ഇൻറ്റു 4 എത്രയാണ്? അത് 80 ആണ് അല്ലേ. പ്ലസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 പ്ലസ് ഹാഫ് ഇൻറ്റു, അപ്പോൾ ഈ പറയുന്ന ഹാഫ് എഴുതുന്നതിന് മുമ്പ് ഞാൻ ഈ 2ഉം 16 വെട്ടിക്കോട്ടെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 ഇൻറ്റു 16ൻ്റെ പകുതി 8 എന്ന് കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. അപ്പോൾ നമുക്ക് 80 പ്ലസ് 5 ഇൻറ്റു 8 40 എന്ന് കിട്ടും. 80 പ്ലസ് 40 എത്രയാണ്? അത് 120 മീറ്ററാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 120 മീറ്ററാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ കാർ increases from 6 meter per second to 16 meter per second in 10 seconds. Calculate the acceleration of the car. What is the displacement of the car during the time? ഇപ്പോൾ ചെയ്ത സെയിം ടൈപ്പ് ഒരു ചോദ്യം അല്ലേ. ഒരു കാറുണ്ട്, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആദ്യം എത്രയായിരുന്നു? 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അത് 6ൽ നിന്ന് എത്രയായിട്ട് കൂടി? 16 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടി. എത്ര സമയം കൊണ്ടാണ്? ഇത് മുതൽ ഇവിടെ വരെ എടുക്കാൻ എത്ര സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ഈ സമയത്തുണ്ടായ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം.
ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണത്? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 16 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 സെക്കൻഡാണ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആക്സിലറേഷൻ വേണം. എന്താണ് ആക്സിലറേഷൻ? v മൈനസ് യു ബൈ ടി ആണ് ആക്സിലറേഷൻ. ഇവിടെ v എത്രയാണ്? 16 മൈനസ് 6/10 അതാണ് എന്ത് ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 16 പോയാൽ 10/10 1. സോ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് നമ്മളിവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കംപ്ലീറ്റ് ആയോ? ഇല്ല. എ പാർട്ടിൻ്റെ ഉത്തരേ കിട്ടിയുള്ളൂ. ഇനി ബി പാർട്ട് കണ്ടുപിടിക്കണം. ബി പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അപ്പോൾ യു എത്ര? 6 ഇൻറ്റു ടി എത്ര? 10 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? 1 ഇൻറ്റു ടൈമിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100. 6 ഇൻറ്റു 10 60 പ്ലസ് 100ൻ്റെ പകുതി 50 പ്ലസ് എത്ര? 50 ഇൻറ്റു 1 50. അപ്പോൾ 60 പ്ലസ് 50 എത്രയാണ്? 110 മീറ്ററാണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യമല്ലേ? അതെ, സിമ്പിൾ ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ start from a railway station becomes 90 km/h in 10 minutes. Calculate the acceleration of the train. ഒരു സിമ്പിൾ ചോദ്യമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യം പറയുന്നത് എന്താണ്? ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഫ്രം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കേസ് പറയുന്നുണ്ട്. അപ്പോൾ 0 വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത ട്രെയിനിൻ്റെ വെലോസിറ്റി 10 മിനിറ്റ് കൊണ്ട് 90 km/h ആയി കൂടിയെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എത്ര? അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് ആക്സിലറേഷനാണ്. കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണത്? അത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണോ കിലോമീറ്റർ പെർ അവർ ആണോ? അപ്പോൾ പ്രശ്നം വന്നല്ലേ. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാം മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിനേക്കാളും വലിയ യൂണിറ്റ് ആണ് എന്ത്? കിലോമീറ്റർ പെർ അവർ. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. കിലോമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ നമുക്കറിയാം എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? കാരണം 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. അവറിന് സെക്കൻഡിലോട്ട് മാറ്റുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട്. ആദ്യം നമുക്ക് അവറിനെ എന്ത് ചെയ്യണം? മിനിറ്റിലോട്ട് മാറ്റി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ മിനിറ്റിന് വേണ്ടി സെക്കൻഡിലോട്ട് മാറ്റി എന്ത് ചെയ്യണം? വീണ്ടും ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1000/60 × 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാം. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഉത്തരം എത്രയായിട്ട് കിട്ടും? 5/18 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം എന്താണ്? നമുക്ക് പഠിച്ചു വയ്ക്കേണ്ട കാര്യം എന്താണ്? കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ നമ്മൾ ഈ കിലോമീറ്റർ പെർ അവറിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഉത്തരം 0 ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്നിട്ടാലും കിലോമീറ്റർ പെർ അവർ എന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫൈനൽ വെലോസിറ്റി വരുമ്പോൾ ശ്രദ്ധിക്കണം. 90 എന്താണ്? കിലോമീറ്റർ പെർ അവർ ആണ്. സോ അതിന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന 90നെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വെട്ടിപ്പോകും. നമുക്ക് എത്ര കിട്ടും? 25 മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് v മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ ടൈം വേണം. ടൈം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. 10 മിനിറ്റാണ് ടൈം. സോ ടി ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 മിനിറ്റ്. അവിടെയും കിടക്കുന്നു പ്രശ്നം. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ടൈമല്ല എന്തിലാണ്? സെക്കൻഡിലാണ്. അപ്പോൾ മിനിറ്റാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. കാരണം 60 സെക്കൻഡാണ് എന്ത്? 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 10 × 60 സെക്കൻഡ് അഥവാ എത്രയാണ്? 600 സെക്കൻഡാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. കിട്ടിയ വാല്യൂസ് എല്ലായിടത്തും അങ്ങോട്ട് സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v എത്ര? 25 മൈനസ് 0 എത്രയാണ്? 600 ആണെന്ത് നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 25/600. അപ്പോൾ 25/600 എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം അല്ലേ? 25 4 പ്രാവശ്യം ആകുമ്പോൾ 100. അപ്പോൾ 600 കിട്ടാനായിട്ട് എത്ര പ്രാവശ്യമാണ്? 6 × 4 24 പ്രാവശ്യമാണ് അല്ലേ? അപ്പോൾ എന്താണ്? 25 നമ്മൾ 600 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/4
24 എന്ത് കിട്ടും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും നമ്മുടെ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എവിടെയാണ് ഇരിക്കുന്നത്? ഈ ഭാഗത്താണ്. യൂണിറ്റുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോർ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്, കിലോമീറ്റർ പെർ അവർ അല്ല, മാറ്റണം. സമയത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡാണ്, അവർ അല്ല, മിനിറ്റ് അല്ല, വന്നാൽ മാറ്റണം. അടുത്ത ചോദ്യം, ആൻ ഒബ്ജക്റ്റ് falls from rest, അപ്പോൾ വീണ്ടും റെസ്റ്റ് പറയുന്നുണ്ട്. moves with an acceleration of 10 meter per second, hits the ground with a velocity of 20 meter per second, from what height does the object fall? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ റെസ്റ്റിലിരിക്കുകയായിരുന്നു, ഏതോ ഒരു പൊക്കത്തിലിരിക്കുകയാണ്, അപ്പോഴല്ലേ ഫോൾ ആവാൻ പറ്റുള്ളൂ. റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് അവിടെ നിന്ന് എന്ത് ചെയ്തു? താഴേക്ക് വീണു. താഴേക്ക് വന്നപ്പോൾ ആ ഒബ്ജക്റ്റിലുണ്ടായ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണേ. അങ്ങനെയുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? താഴെ എത്തുന്നതിന് തൊട്ട് മുന്നേ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റെസ്റ്റ് ഇരുന്നുകൊണ്ട് തന്നെ തുടക്കത്തിലെ വെലോസിറ്റി നമുക്ക് എത്രയായിട്ട് എടുക്കാം? 0 മീറ്റർ പെർ സെക്കൻഡാണ് എടുക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിക്കാൻ എടുത്ത മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. സിമ്പിൾ ചോദ്യമാണ്, ഒന്ന് മാറി തന്നേ ഉള്ളൂ. അപ്പോൾ തന്നിട്ടുള്ള ഡേറ്റ് എന്താണ്? യു തന്നിട്ടുണ്ട്, എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, എത്രയാണത്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഒബ്ജക്റ്റ് വീഴുന്ന താഴോട്ടായതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഇവിടെ നെഗറ്റീവ് ഒന്നുമില്ല, പോസിറ്റീവ് തന്നെയാണ്. ഫൈനൽ വെലോസിറ്റി വന്നിട്ടുണ്ട്, എത്രയാണത്? അത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സമയം തന്നിട്ടില്ല. കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് എന്താണ്? ഹാഫ് എ ടി സ്ക്വയർ ആണ്. രണ്ടിടത്ത് സമയം വേണം, പക്ഷേ സമയത്തെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ വേറെ എന്താ വഴി? വേറെ എസുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഏതായാലും നമുക്കറിയാവോ? നമുക്കറിയാം അല്ലേ. മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ പറയുന്നത് എന്താണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ അതിനകത്തുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടല്ലേ. നമ്മുടെ കയ്യിൽ വി ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, എസ് ഉണ്ട്. എസ് ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാമോ? റീഅറേഞ്ച് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കുമല്ലേ നല്ലത്. അപ്പോൾ 2as ഇവിടെ ഉണ്ട്, നമുക്ക് ഈ യു സ്ക്വയറിന് അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. നമുക്ക് എസ് ആ വേണ്ടത്. അപ്പോൾ ഈ 2aനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും അല്ലേ. അപ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. തിരിച്ചൊന്ന് എഴുതാം. എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വി എത്രയാണ്? 20 സ്ക്വയർ മൈനസ് 0 ആയതുകൊണ്ട് അവിടെ ഈസി ആയി അല്ലേ. 0 സ്ക്വയർ ബൈ 2 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? 10. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 20 സ്ക്വയർ എത്രയാണ്? 400 അല്ലേ. 400 ബൈ 2 ഇൻറ്റു 10 എത്ര? 20. 0 വെട്ടി. സോ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എത്ര? 40/2 ആണ്. 40/2 എത്രയാണ്? 20 മീറ്ററാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് 20 മീറ്റർ താഴേക്കാണ് എന്ത് ചെയ്തത്? വീണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ട് തീരുന്നില്ല, നമുക്ക് ഇനിയും ചോദ്യങ്ങൾ ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് അസസ് എന്ന് പറയുന്ന ഭാഗത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ ക്ലാസ്സിന് മുന്നേ നിങ്ങൾ ഇതുവരെ കണ്ട എല്ലാ ക്ലാസ്സുകളും കണ്ട് ആ ടോപ്പിക്കുകളെല്ലാം നന്നായിട്ട് പഠിച്ച് സെറ്റായിട്ട് വേണം എന്ത് ചെയ്യാൻ? അടുത്ത ക്ലാസ് കാണാനായിട്ട്. നമുക്ക് ലെറ്റസ് അസസ്സിനകത്ത് ഏതാണ്ട് ഒരു 17ഓളം ചോദ്യമുണ്ട്. അപ്പോൾ ഒരു വലിയ ക്ലാസ് ആയിരിക്കും വരാൻ പോകും. അപ്പോൾ ആ ക്ലാസ് ഉറങ്ങാതിരുന്ന് കാണണമെങ്കിൽ നമ്മൾ ഇതുവരെ തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? നല്ലോണം പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ നോട്ട് വേണമെന്നുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ പോവുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചാലും മതി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ലാസ്റ്റ് ടോപ്പിക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് പ്രോബ്ലം അല്ലെ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.